എന്താ തണുപ്പ് ഉള്ളിലെ പ്രണയത്തെ മരവിപ്പിച്ചോ? ചന്ദ്രു, ഭൂമിയിലെ ഏറ്റവും സുന്ദരമായ കാര്യങ്ങൾക്ക് ഭാഷയില്ലടോ. അത് കാണാനോ കേൾക്കാനോ കഴിയാത്ത ഒരനുഭൂതിയാ. കവിത എഴുതാനുള്ള പുറപ്പാടിലാണോ? അറിഞ്ഞില്ല. നീ കളിയാക്കുകയൊന്നും വേണ്ട ചന്ദ്രു. പ്രണയം അനുഭൂതിയായി ഹൃദയത്തിലേക്ക് ഇറങ്ങുമ്പോഴാ ഏതൊരാളും കവിയും കഥാകൃത്തും ഒക്കെ ആകുന്നത്. ഞാൻ നിന്നെ ഓർത്ത് എത്രയെത്ര കവിതകൾ കുറിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഓവോ, എന്നിട്ട് ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. മോഹിച്ചയാളെ നിഴലുപോലെ കൂടെ കിട്ടുമ്പോ കവിതയ്ക്ക് എന്ത് പ്രസക്തി? ചന്ദ്രു, ദേ നീ ആ ചന്ദ്രനെ കണ്ടോ? ആ ചന്ദ്രൻ നിലാവ് പൊഴിക്കുന്നത് നമുക്ക് വേണ്ടിയാണെന്നല്ലേ? അല്ല. പിന്നെ ആ ചന്ദ്രൻ മാധവചന്ദ്രികമാരെ കണ്ണു വെക്കാതിരിക്കാൻ നമുക്ക് കണ്ണിൽ പെടാതെ നടക്കാമെന്ന് പറഞ്ഞതാ. ചന്ദ്രു, ഞാനൊരു സത്യം പറയട്ടെ. ഞാൻ നിന്നെ പ്രണയിക്കാൻ തുടങ്ങിയ സമയത്ത് ദേ ഈ വഴിയോരത്ത് നിൽക്കുന്ന എല്ലാ മരങ്ങൾക്കും നിന്റെ പേരറിയാമായിരുന്നു. ഒറ്റയ്ക്ക് ഈ വഴി നടക്കുമ്പോ നാവില്ലാത്ത എല്ലാറ്റിനോടും ഞാൻ എന്റെ പ്രണയം പറയുമായിരുന്നു. ഈ പ്രണയം ഭ്രാന്താണെന്ന് പറയുന്നത് അപ്പൊ ശരിയാണ് അല്ലേ? ഒരു സുഖമുള്ള ഭ്രാന്ത്. അല്ല ചന്ദ്രു, നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? മാധവേട്ടാ, ഈ തണുപ്പത്തോ? ഈ ഐസ്ക്രീമിന്റെ മധുരത്തിന് നീ ആദ്യമായി എനിക്ക് വാങ്ങിത്തന്ന ആ ഐസിന്റെ മധുരം തന്നെയാ. ഞാനിപ്പോ വരാം. എവിടെ പോവാ? വരാവുന്നേ.